तिम्रो मायाले बाँधेर राखा मेरो सिरानी होस् तिम्रो काखा जान नदिऊ मलाई अब टाढा आयु होस् अझै अझै गाढा तिम्रो मायाले बाँधेर राखा. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നേപ്പാളി ഗാനത്തിൻ്റെ വരികളാണിത്. തിമ്രോ മായാലെ ബാന്ധേര രാഖ. നിന്റെ സ്നേഹം കൊണ്ട് എന്നെ കെട്ടിയിടൂ, നിന്റെ മടിത്തട്ട് എനിക്ക് തലേണയായിരിക്കട്ടെ. മായ എന്ന നേപ്പാളി വാക്കിൻ്റെ അർത്ഥം സ്നേഹം, പ്രേമം എന്നൊക്കെയാണ്. സ്ത്രീയും പുരുഷനും ആകർഷണം തോന്നുന്നത് മായ കൊണ്ടാണെന്നും മായാബന്ധനത്തിലാണ് പരസ്പരം അവർ പ്രേമിക്കുമ്പോൾ ഏർപ്പെടുന്നത് എന്നും ഉള്ള തിരിച്ചറിവായിരിക്കാം മായ എന്ന വാക്കിന് നേപ്പാളി ഭാഷയിൽ ഇങ്ങനെ ഒരു അർത്ഥതലം കൊടുക്കുന്നത്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഉറക്കത്തിൽ തന്നെ മായ എന്താണെന്ന് അന്വേഷിച്ചറിയാനായി പ്രേരിതനായ ഒരു വ്യക്തിയെക്കുറിച്ച് പറയാനാണ്, ഒരു രാജാവിനെക്കുറിച്ച്. ധന്യാസോൺ ചാനലിലേക്ക് സ്വാഗതം. മിഥിലാപുരിയിൽ മിഥിലാപതിയായ ജനക മഹാരാജാവ് രാത്രി പട്ടുമെത്തയിൽ കിടന്നുറങ്ങുകയായിരുന്നു. ഉറക്കത്തിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു, വളരെ വിചിത്രമായ ഒരു സ്വപ്നം. ശത്രുരാജ്യം അദ്ദേഹത്തിൻ്റെ രാജ്യത്തിനെ ഓർക്കാതെ ആക്രമിച്ചിരിക്കുന്നു. പൊരിഞ്ഞ യുദ്ധം. ദിവസങ്ങൾ നീണ്ട പോരാട്ടത്തിന് ശേഷം ശത്രു രാജാവ് ജനക മഹാരാജാവിനെ അപ്പാടെ കീഴ്പ്പെടുത്തി. പതിവ് പോലെ തോറ്റ രാജാവിനെ ജയിച്ച രാജാവിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ ശത്രു രാജാവ് ജനക മഹാരാജാവിനെ ഒന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ കൊല്ലണമൊന്നുമില്ല, പക്ഷെ ഈ നാട് കടത്താണ്. നിന്റെ എല്ലാ വസ്തുക്കളും എൻ്റെയാണ്. ഇപ്പോൾ നീ ഇവിടുത്തെ രാജാവല്ല. നിന്റെ ആടയാഭരണങ്ങളടക്കം അഴിച്ചു വെച്ച് നീ ഇവിടെ നിന്ന് പോണം. അങ്ങനെ ഒറ്റമുണ്ട് മാത്രം ഉടുത്ത് ജനക മഹാരാജാവ് പുറപ്പെട്ടു. പുറപ്പെടുന്നതിന് മുമ്പ് ശത്രു രാജാവ് ഒരു കാര്യം കൂടി നാട്ടുകാരെ എല്ലാവരെയും ഓർമ്മിപ്പിച്ചു. നിങ്ങളിൽ ആരെങ്കിലും ഇദ്ദേഹത്തിന് അഭയമോ ആഹാരമോ കൊടുത്തു കഴിഞ്ഞാൽ അവരെ എല്ലാവരെയും ഞാൻ വധിക്കും. അത് കാരണം സൂക്ഷിച്ചോളൂ. ഒന്നും ചെയ്യാനാകാതെ ജനക മഹാരാജാവ് കൊട്ടാരം വിട്ടു. കുറേ അലഞ്ഞു തിരിഞ്ഞു. വഴിയിൽ ആൾക്കാരും അദ്ദേഹത്തിനോട് ഒന്ന് മിണ്ടാൻ പോലും കൂട്ടാക്കിയില്ല. ശത്രു രാജാവിനോടുള്ള പേടി കൊണ്ടായിരുന്നു അത് എന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ഭക്ഷണമില്ല, താമസിക്കാനായിട്ട് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമില്ല. ഒറ്റമുണ്ടിൽ കുറേ ദിവസം രാജാവ് അലഞ്ഞു തിരിഞ്ഞു. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ഭിക്ഷക്കാരനാണ് എന്നേ തോന്നുള്ളൂ. അദ്ദേഹത്തിന് രാജാവിൻ്റെ പഴയ ലക്ഷണങ്ങളൊന്നുമില്ല. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജ്യ അതിർത്തി വിട്ടു. അടുത്ത രാജ്യത്ത് അതിർത്തിയിൽ തന്നെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. ആ അമ്പലത്തിൽ വിശന്ന് വലഞ്ഞു വരണ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്ന് കേട്ടിട്ട് രാജാവ് ആവേശത്തോടു കൂടി അവിടേക്ക് ചെന്നു. ചെന്നപ്പോഴോ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരുന്നു. പൂജാരി അമ്പലത്തിൻ്റെ വാതിൽ പൂട്ടി ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. വാതിൽക്കൽ ഭക്ഷണത്തിനായി യാചിച്ചുകൊണ്ട് നിൽക്കുന്ന ഭിക്ഷക്കാരനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞു, ഇന്നത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു, പൊക്കോളൂ, ഇവിടെ ഇനി ഒന്നുമില്ല. ഇത് കേട്ടതോടുകൂടി രാജാവ് ആകെ നിരാശനായി, തല കറങ്ങി തളർന്ന് ആ അമ്പലനടയിൽ തന്നെ ഇരുന്നു. കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ പൂജാരിക്ക് പാവം തോന്നി. അദ്ദേഹം പറഞ്ഞു, കലത്തിൻ്റെ ഉള്ളിൽ കുറച്ച് കരിഞ്ഞ ചോറും പറ്റുകളുണ്ട്, അത് കഴിക്കുമ്പോൾ കുറച്ച് കരിഞ്ഞ സ്വാദൊക്കെ ഉണ്ടാവും, എന്നാലും അത് കഴിക്കാമെന്നുണ്ടെങ്കിൽ അത് തരാം. ഇത് കേട്ടപ്പോൾ രാജാവിന് ആഹ്ലാദമാണ് തോന്നിയത്. എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടുമല്ലോ. ആർത്തിയോടുകൂടി രാജാവ് അത് കയ്യിലേക്ക് വാങ്ങി. കയ്യിൽ ഭക്ഷണം എടുത്തപ്പോഴോ ഒരു പരുന്ത് എവിടെ നിന്നോ വന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ ഭക്ഷണം റാഞ്ചിയെടുക്കാൻ നോക്കി. പരുന്തിൻ്റെ കൂർത്ത നഖങ്ങൾ കൊണ്ടപ്പോൾ കയ്യ് ആകെ ഇളകി ആ ഭക്ഷണം മുഴുവൻ നിലത്ത് ചെളിയിലേക്ക് വീണു. അത് രാജാവിന് സഹിക്കാൻ വയ്യാത്തതിൻ്റെ അപ്പുറത്തായിരുന്നു. പൊട്ടി അദ്ദേഹം കരഞ്ഞു. കരഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. ചുറ്റും നോക്കിയപ്പോൾ അന്തരീക്ഷം ആകെ മാറിയിരിക്കണു. ആഡംബരങ്ങൾ നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ ശയനമുറി. ചുറ്റും പരിചാരകർ
റാണിമാർ എല്ലാവരും ബഹളം കേട്ട് ഓടി വന്നതാണ്. എന്തിനാണ് രാജാവ് ഇങ്ങനെ നിലവിളിക്കണമെന്ന് അറിയാനായിട്ട്. രാജാവ് എല്ലാവരോടും ഒന്നു മാത്രമേ ചോദിച്ചുള്ളൂ, ഇതോ സത്യം അതോ സത്യം. റാണിമാർക്ക് ആർക്കും ഒന്നും മനസ്സിലായില്ല, പരിചാരകർക്കും. അങ്ങ് എന്താ ഈ പറയണത്, എന്താ പറ്റിയത്? എല്ലാവരും മാറി മാറി ചോദിച്ചു. ഇദ്ദേഹത്തിന് ഒന്നേ ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ. അത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു, ഇതോ സത്യം അതോ സത്യം. പരിചാരകർക്കും റാണിമാർക്കും ആകെ കൂടി പരിഭ്രമായി. എന്താണ് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. രാജാവിന് ഇനി വല്ല ഭ്രാന്തും പിടിപെട്ടോ, അതായിരുന്നു ചിന്ത. ഇത് തന്നെ കുറേ ദിവസത്തേക്ക് തുടർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ജനക മഹാരാജാവിനെ കാണാനായിട്ട് അഷ്ടാവക്ര മുനി സദസ്സിലേക്ക് വന്നു. മുനിയെ കണ്ടതോടുകൂടി മന്ത്രിമാർ ഓടിച്ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം മന്ത്രിമാരെ ആശ്വസിപ്പിച്ച് രാജാവിൻ്റെ അടുത്തേക്ക് ചെന്നു. രാജാവ് അഷ്ടാവക്രനെ കണ്ടപ്പോഴും ഇതേ ചോദ്യം തന്നെയാണ് ചോദിച്ചത്, ഇതോ സത്യം അതോ സത്യം. മഹായോഗിയായിരുന്ന അഷ്ടാവക്ര മുനി കണ്ണടച്ച് ധ്യാനനിരതനായി. അദ്ദേഹത്തിന് രാജാവിൻ്റെ മനസ്സിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലായി. അദ്ദേഹം രാജാവിനോട് തിരിച്ച് ഒരു ചോദ്യം ചോദിച്ചു. രാജാവേ, അങ്ങ് ഭിക്ഷക്കാരനായി അലഞ്ഞു തിരിയണ സമയത്ത് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അങ്ങയുടെ കൂടെ ഉണ്ടായിരുന്നോ? രാജാവ് പറഞ്ഞു, ഇല്ല, ഞാൻ ഏകനായിരുന്നു. എന്നാൽ ഇവിടെ ഇരിക്കുമ്പോഴോ, ഇപ്പോൾ അന്ന് ആ സ്വപ്നത്തിൽ ഉണ്ടായിരുന്ന സന്ദർഭങ്ങളോ ആൾക്കാരോ അങ്ങയുടെ കൂടെയുണ്ടോ? ഇല്ല, അവരാരും ഇപ്പോൾ എൻ്റെ കൂടെയില്ല. എന്നാൽ അങ്ങ് ഒരു കാര്യം പറയൂ, എന്താണ് അന്ന് അങ്ങയുടെ കൂടെ ഉണ്ടായിരുന്നത്? അങ്ങ് ആ സ്വപ്നത്തിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. ഇന്നോ, ഇപ്പോഴോ? അങ്ങ് ഇപ്പോൾ ഇവിടെയുണ്ടോ? ഉണ്ട്. അത് തന്നെയാണ് രാജാവേ അങ്ങക്കുള്ള ഉത്തരം. കാലത്തിനനുസരിച്ച് അവസ്ഥകൾക്കനുസരിച്ച് മാറുന്നതൊന്നും സത്യമല്ല. എന്നാൽ അങ്ങ് ജാഗ്രതയിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഉണ്ട്. സദാ അങ്ങ് തന്നെയാണ് ഉള്ളത്. അത് തന്നെയാണ് പരമസത്യം. ആ സത്യത്തിന് മാറ്റമുണ്ടാവുകയില്ല. അഷ്ടാവക്ര മഹർഷിയുടെ ഈ ഉത്തരം ജനക മഹാരാജാവിനെ തൃപ്തിപ്പെടുത്തി, സാന്ത്വനപ്പെടുത്തി. സ്വന്തം ആത്മതത്വത്തിനെ അന്വേഷിച്ചറിഞ്ഞ അദ്ദേഹം ഒരു രാജർഷിയും ആയി. മിഥിലയുടെ തലസ്ഥാന നഗരി ഇന്ന് ജനക്പൂർ എന്ന പേരിൽ അറിയപ്പെടുന്നു. നേപ്പാളിലെ രണ്ടാമത്തെ പ്രോവിൻസിൻ്റെ തലസ്ഥാനമായ ഈ നഗരത്തിലാണ് സീതാദേവി ജനിച്ചു വീണത്. അതുകൊണ്ട് തന്നെ ഇത് ഇന്ന് നേപ്പാളികൾക്കും ഭാരതീയർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത കഥയിൽ നമുക്ക് വീണ്ടും കാണാം. എൻ്റെ പേര് ധന്യ. നന്ദി.